ഇന്ന് ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനായിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് ചെറിയൊരു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തരിച്ചത് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചറുള്ള 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഏകദേശം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, അത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര 2-3 തവണയായി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ക്രീമിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളിട്ട ശേഷം കട്ട് ടു ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. ഇനി പൊടികളെല്ലാം മിക്സാക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കളർ സ്പ്ലാഷിൻ്റെ റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. കളർ ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സോസ് പാനിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 2-3 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സമയത്ത് ഞാനൊരു പഴയൊരു പാന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്കായിട്ട് സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 40 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് അതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്യാനായിട്ടൊരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്താകുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ മുകളിൽ നിന്നൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വറുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കേക്കിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ട് കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കിനി ഇതിന് മുകളിലേക്കായിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ മുകളിലും സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത ശേഷം
നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കേക്കിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒരരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അരിപ്പ് വെച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും വരച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. പിന്നെ ഓവനൊന്നും ഇല്ലാതെയാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.